ഇന്നലെ അമ്മായിനെ കണ്ടിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ മോള് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അധികം നേരം ഉറങ്ങണം വിചാരിച്ചോളം അപ്പക്കിന് നേരത്തെ എണീക്കും. ഹസ്ബൻഡ് വീട്ടിൽ നല്ല തണുപ്പുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇവിടെ അതിനേക്കാളും നല്ല തണുപ്പുള്ള പോലെ ഇങ്ങനെ തോന്നിട്ടോ. അപ്പം ഉമ്മ അവിടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി, രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. നൂൽപുട്ടും മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസുമ്മേ. അപ്പോൾ ഉപ്പ കടയിൽ നിന്ന് പൊറാട്ടയും ദോശ, അപ്പം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ കൊണ്ടുവന്നിട്ട്. കാരണം ആരും അങ്ങനെ കഴിക്കാറില്ലല്ലോ. ഞങ്ങൾ നാലാളും തന്നെ ഉള്ളൂ കഴിക്കാൻ. അങ്ങനെ ഇവിടെ മുട്ടക്കറിയൊക്കെ തേങ്ങ അരച്ചിട്ട് ഉമ്മ വെച്ചിട്ടുണ്ടായി. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചായ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീട്ടിൽ ഉമ്മ നൂൽപുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാതും പാടെ അധികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ചായയൊക്കെ റെഡി ആയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നേരം കുറച്ചൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ ചായ കുടിക്കണോണ്ടേ ഇവിടെ വന്നാൽ വഴുകും ചായ കുടിക്കാൻ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അവിടെ ഇരുന്ന് ഓളെടുത്തിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ബൈക്കുമ്മേന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. മോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ബൈക്കുമ്മ ആയതുകൊണ്ട് തന്നെ മോളെയും ഫോണും ഒക്കെ പാടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.